അപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ കൂടുതൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും ഇബ്നു സിരീൻ ഇമാം അല്ലെങ്കിൽ ആദ്യകാലത്തിന് തങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഫോർമലി സനദ് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമല്ല. പിന്നെ ഈ ഹദീസ് ഫോർജറി ഇതൊക്കെ വരുന്ന സമയത്താണ് എന്താവുന്നത്, ഇതിനെ തടയിടുക എന്നുള്ള രീതിയിൽ പൊളിറ്റിക്കൽ ആൻഡ് സെക്ടേറിയൻ ഇഷ്യൂസ് വരുമ്പോൾ, വ്യത്യസ്ത മദ്ഹബുകൾ വരുമ്പോൾ ആ ഒരു ടൈമിലാണ് എന്താവുന്നത്, ഇതിന്റെ ഇവർ കൊണ്ടുവരുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഇവർ സെറ്റ് ചെയ്യുന്ന ഹദീസുകൾക്ക് ഒതന്റിസിറ്റി വേണം എന്നുള്ള രീതിയിൽ എന്താവുന്നത്, സനദ് വേണം എന്നുള്ളത് ഇബ്നു സിരീന്റെ പ്രശസ്തമായ ഇതുണ്ട്. അപ്പോ ഇതിന്റെ ഭാഗമായിട്ടാണ് സ്വഹിയായ ഹദീസുകളെ മാത്രം കളക്ട് ചെയ്യുക എന്നുള്ള ഒരു അന്നത്തെ കാലത്തെ ട്രെൻഡ് അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ആവശ്യം അതായിരുന്നു. ഹിജ്റ 3-ാം നൂറ്റാണ്ടില് ഒരുപാട് സ്വഹീ സുനൻ മൂവ്മെന്റ് എന്നാണ് ബ്രൗൺ ഈ ഒരു ട്രെൻഡിനെ, ഈ ഒരു പാറ്റേണിനെ ബ്രൗൺ വിശദീകരിക്കുന്നത്. അപ്പോ ഈ ഒരു സ്വഹീ സുനൻ മൂവ്മെന്റ് നടക്കുന്നത് ഹിജ്റ 3, അന്നത്തെ കാലത്ത് ഏറ്റവും ആല സിഹത്തുള്ള ഹദീസുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതായിരുന്നു. പിന്നെന്താണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4th 5th സെഞ്ചുറിക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്നുകൂടി 5th സെഞ്ചുറിന്റെ അവസാനത്തോട് ആവുന്നതോടുകൂടി ഈ സിഹാവുകൾക്കും, സിഹാവ് സിത്തയാണ്, അത് സിഹാവുൽ ഖംസയാണ്, അത് പിന്നെ വേറെ ചർച്ചയാണ്, ഇബ്നു മാജ അതിൽ വരും, അതൊക്കെ ബ്രൗണിന്റെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോ അതിലുള്ള ലൈഫ് ഹദീസുകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ, അപ്പോ അതിന്റെ ഡീറ്റെയിൽക്കല്ല പോകുന്നത്. അപ്പൊ ഈ വൺസ് ഈ ഒരു 5th സെഞ്ചുറി ആകുമ്പോൾ ഒരു കാനൈസേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ടൈമില് മാത്രല്ല ഈ കാനൻസിന് ഓരോ കാലം കൂടുന്തോറും, ഓരോ സെഞ്ചുറി കൂടുന്തോറും അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുന്തോറും ഇതിന്റെ സ്വീകാര്യത കൂടി വരികയാണ്. എന്നാൽ അതേസമയം മുഹദ്ദിസീങ്ങൾ ഇപ്പുറത്തുണ്ട്. മുഹദ്ദിസീങ്ങൾക്ക് എന്താണ് അവരുടെ ജോലി അല്ലെങ്കിൽ അവരെ ഐഡന്റിറ്റി നിർണ്ണയിക്കുന്ന സാധനം തന്നെ എന്തായിരുന്നു, ഹദീസ് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ ഒരു ഡിബേറ്റ് ഫുഖഹാക്കളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് വേണ്ട ഹദീസുകൾ ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടും, ഹദീസ് കാനൻസ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ്, പിന്നെ എന്തിന് നിങ്ങൾ ഹദീസ് ട്രാൻസ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹദീസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആല സിഹത്തുൽ ഇങ്ങനത്തെ സനദുകൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഇത്ര ദൂരം ട്രാവൽ ചെയ്യണം, ഇങ്ങനത്തെ ചർച്ചകളൊക്കെ ചോദിക്കുന്നുണ്ട് ഫുഖഹാക്കളെ ഭാഗത്തുനിന്ന്. സോ അപ്പോ അതിന് പറയുന്നത് അത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നുള്ള രീതിയിലാണ് ഫുഖഹാക്കൾ അവിടെ അതിന് മറുപടി, അതൊരു ആവശ്യമില്ലാത്തതാണ്. പക്ഷെ മുഹദ്ദിസീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരുടെ ഐഡന്റിറ്റി, അവരെ എക്സിസ്റ്റൻസിനെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ഹദീസ് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളത്, റിവായത്ത് ചെയ്യാന്നുള്ളത്. അപ്പോ ഈ ഒരു ടൈമില് ഈ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ മനസ്സിലായല്ലോ. മാത്രല്ല ഒരിക്കലും എന്താ കഴിയൂല, മുഹദ്ദിസീങ്ങൾക്ക് ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് പറയാൻ കഴിയൂല, ഇത് കാനൻസ് അല്ല എന്ന് പറയാൻ കഴിയൂല. കാരണം മുഹദ്ദിസീങ്ങൾ തന്നെ ഹീറോസ് ആയിട്ടുള്ള ബുഖാരി ഇമാം, മുസ്ലിം ഇമാമുമാണ് ഈ കാനൻസ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ കാനൻസിന്റെ അതിന്റെ ഒരു ഒതന്റിസിറ്റി എന്താക്കാനും കഴിയൂല, നിഷേധിക്കാനും കഴിയൂല. എന്നാൽ ഒരേ സമയം കാനൻസിന് അതിൻ്റെതായിട്ടുള്ള ഒതന്റിസിറ്റി കൊടുക്കും വേണം. അതേസമയം ഈ ഹദീസ് ട്രാൻസ്മിഷൻ എന്താ വേണം, അതിന്റെ ഒരു ലോജിക്ക് അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം ഇവര് നേരിട്ടു. അപ്പോ ഇതിന് വ്യത്യസ്ത ഉലമാക്കൾ, ഇബ്നു അസീർ തങ്ങൾ, ഇബ്നു സലാഹ് തുടങ്ങിയ ആൾക്കാർ വ്യത്യസ്ത മറുപടി പറയുന്നുണ്ട്. അപ്പോ ഇവർക്ക് വരുന്നത് ഈ പോസ്റ്റ് കാനനിക്കൽ പീരീഡ് ആണ്. ഞാൻ ഈ പോസ്റ്റ് കാനനിക്കൽ മൊത്തത്തിലുള്ള ചർച്ച അങ്ങനെ മുന്നോട്ട് പോകും, അല്ലാതെ ഈ പോസ്റ്റ് കാനനിക്കൽ പീരീഡിലാണ് ഇത് മൊത്തത്തിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഇബ്നു അസീർ തങ്ങള് മൂപ്പര് ഹിജ്റ 600-ലാണ് വഫാത്താവുന്നത്, 606. അപ്പോ അതില് മൂപ്പര് പറയുന്നത് എന്താ വെച്ചാല്, ഒരു സനദില്ലാതെ ഒരു ഹദീസ് കളക്ഷൻ കിട്ടിയാല് അത് അത് കിട്ടിയ ആൾക്ക് അതിന് ലീഗ് എന്ന് പറഞ്ഞാല് അതിനനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റുമോ, അതിനെ ലീഗലി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് മൂപ്പരോട്. അപ്പൊ ഇബ്നു അസീർ തങ്ങൾ പറയുന്നത് ചോദിച്ചാല്, അയാളൊരു മുജ്തഹിദ് ആണെന്നുണ്ടെങ്കിൽ, ആ കോപ്പി റിലയബിൾ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താവാ, ആ ഹദീസ് എന്തിൽ കണ്ടു, ആ ഒരു കോപ്പിയിൽ, ആ ഒരു കാനനിൽ കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് അതുകൊണ്ട് അമൽ ചെയ്യാം. ഇനി എന്ത്, അയാൾ മുഖല്ലിദാണ്, മുജ്തഹിദ് അല്ല, അങ്ങനത്തെ കേസാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ എന്താ വരുത്, അയാൾക്കൊരു ട്രസ്റ്റ് വെച്ച് ഒരു സിഖത്തായിട്ടുള്ള ഒരാൾ പറഞ്ഞു ഈ കോപ്പി എന്താണ്, ഒതന്റിക് കോപ്പിയാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിനോട് അമൽ ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു മുഹദ്ദിസന്നെ എന്താവാണ്, ഈ ഒരു കാനൻസിന്റെ ഒതന്റിസിറ്റി അംഗീകരിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. അതിനു മുമ്പ് ഉള്ള ആൾക്കാരൊക്കെ, അതിനു മുമ്പ് ഇബ്നു അസീർ തങ്ങൾക്ക് മുമ്പുള്ള സ്കോളേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുക, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഒരാൾക്ക് സനദ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ, ഈവൻ ഹദീസ് കാനിൽ കണ്ടാൽ പോലും, സ്വഹീഹ് ബുഖാരി കണ്ടാൽ പോലും അയാൾക്ക് അതിലേക്ക് ബുഖാരി ഇമാമിലേക്ക് എത്തുന്ന സനദ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കോപ്പിയിൽ നിന്ന് ഉദ്ധരിക്കാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്.